നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ഏറ്റവും മികച്ചവരിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പറയുന്നത് ലൂയി ഫിലിപ്പെ സ്കൊളാരിയാണ്. അതെ, പോർച്ചുഗലിൻ്റെ കോച്ചായിരുന്ന ലൂയി ഫിലിപ്പെ സ്കൊളാരി, അദ്ദേഹമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആദ്യമായിട്ട് പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് എടുക്കുന്നത്. 19 മത്സരങ്ങളിലധികം അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്രിസ്ത്യാനോ കളിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ വമ്പൻ ടൂർണമെൻറ്റുകളിൽ നല്ല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുമുണ്ട്. യൂറോ കപ്പിൽ റണ്ണറപ്പ് ആക്കുന്നതും അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ 4ാം സ്ഥാനം, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളിലേക്ക്, അങ്ങനെയൊക്കെയുള്ള മുന്നേറ്റങ്ങളിലേക്ക് പോർച്ചുഗലിനെ കൊണ്ടുപോയിട്ടുള്ള കോച്ച് തന്നെയാണ് ലൂയി ഫിലിപ്പെ സ്കൊളാരി. അതിനൊക്കെ അപ്പുറം അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ട് 2002 ലോക ജേതാവായിട്ടുള്ള കോച്ചാണ്. 2014 ബ്രസീലിലെ കോച്ച് അദ്ദേഹമായിരുന്നു. പക്ഷേ ആ 7-1 സെമി ഫൈനൽ തോൽവി വെച്ച് അദ്ദേഹത്തെ പലരും ഇടിച്ചു താഴ്ത്തി പറയാറുണ്ട്. പക്ഷെ ആ ഒറ്റ തോൽവി കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല ഫിലിപ്പാവോയുടെ ലെഗസി എന്നത് അദ്ദേഹത്തിൻ്റെ കരിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ആ ഫിലിപ്പാവോ, അതായത് ലൂയി ഫിലിപ്പെ സ്കൊളാരി, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെയും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു അറേബ്യൻ ഔട്ട്ലെറ്റിനെ നൽകിയിട്ടുള്ള, അതായത് വിൻ എന്നുള്ള അറബിക് പ്ലാറ്റ്ഫോമിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ക്രിസ്ത്യാനോയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്ത്യാനോയെ കോച്ച് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ ക്ലിയർ ആയിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തുടക്കം മുതലേ മനസ്സിലാക്കിയ കാര്യമായിരുന്നു. ഞങ്ങളുടെ പ്രൊജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആ പ്രൊജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതേസമയം എനിക്ക് പറയാൻ കഴിയില്ല ക്രിസ്ത്യാനോയാണ് ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കളിക്കാരനെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് മികച്ച താരങ്ങൾ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനോ സ്പെഷ്യൽ പ്ലെയർ തന്നെയാണ്, പലരിൽ നിന്നും സ്പെഷ്യൽ പ്ലെയർ തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നു. മറ്റ് പല താരങ്ങളും അതേപോലെ മികവ് കാണിച്ചവരുണ്ട്. ഓഫ് കോഴ്സ് ക്രിസ്ത്യാനോ ആ എലൈറ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നയാൾ തന്നെയാണ്. അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ക്രിസ്ത്യാനോ ഡിഫറൻ്റ് ആയിരുന്നു കാര്യങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനിലും മറ്റുമൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു. മറ്റ് പല താരങ്ങൾക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എല്ലാ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈസ് ഡിഫറൻറ്റ്. ഒരു പക്ഷേ പല സർക്കംസ്റ്റാൻസസുകളിലും മറ്റ് ഫുട്ബോൾ പ്ലേയേഴ്സ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുമുണ്ട് എന്നാണ് സ്കൊളാരി പറയുന്നത്. പക്ഷെ എങ്കിലും താൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച താരമെന്ന് അദ്ദേഹം ക്രിസ്ത്യാനോയെ വിശേഷിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അദ്ദേഹം അത്രയധികം മികച്ചവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. റൊണാൾഡോ, അതായത് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ, ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, അതുപോലെ തന്നെ മറ്റു പലരെയും, റോബർട്ടോ കാർലോസും കാഫുവും ഒക്കെ അടക്കമുള്ള ലെജൻഡറി ബ്രസീലിയൻ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇവൻ 2014 കാര്യത്തിലേക്ക് വരുമ്പോൾ നെയ്മർ ജൂനിയർ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പിടി ടാലന്റ് ആയിട്ടുള്ള താരങ്ങളെ പരിശീലിപ്പിച്ചത് കൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഒരു പേരെടുത്ത് പറയാത്തത്. പക്ഷേ കൂട്ടത്തിൽ എലൈറ്റ് ക്ലാസ്സിൽ തന്നെയാണ് ക്രിസ്ത്യാനോയുടെ ഇടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.